ശിവന്റെ ഭീകരവും ശക്തവുമായ രൂപമായ ഭൈരവനെ ആഹ്വാനം ചെയ്യുന്ന ഈ ആരാധനാഗാനം സ്വാമി അയ്യപ്പന്റെ കാവൽ ശക്തിയായും ധർമ്മ സംരക്ഷകനായും കരുതപ്പെടുന്ന ഭൈരവനെ പ്രതിനിധീകരിക്കുന്നു. ശിവതത്വത്തിന്റെ ശക്തിയും അയ്യപ്പന്റെ യോഗ സന്യാസപരമായ ധർമ്മവും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഈ ആത്മീയ അവതരണം ഭക്തിയുടെയും ശക്തിയുടെയും സമന്വയമാണ്. ആനന്ദോം ഭൈരവനാകുന്നേ, ആദിയായി നടന്ന ധൂമേ ഭൈരവനാകുന്നേ. യോഗിയായി നടന്ന ധൂമേ ഭൈരവനാകുന്നേ, യോഗിമുദ്ര ധരിച്ച ധൂമേ ഭൈരവനാകുന്നേ. ധരിത്തോല് ധരിച്ച ധൂമേ ഭൈരവനാകുന്നേ, പുലിത്തോല് ധരിച്ച ധൂമേ ഭൈരവനാകുന്നേ. അധർമ്മം അതിരുകൾ ലംഘിക്കുമ്പോൾ ഭൈരവന്റെ ഭീകരശക്തിയും പരിവർത്തനത്തിന്റെ ദൈവമായ അയ്യപ്പന്റെ ആയുധങ്ങളും ശിക്ഷയും വൈരാഗ്യവുമല്ലാതെ ബോധത്തോടെയോ ശുദ്ധീകരണത്തിലൂടെയോ കരുണയിലൂടെയോ ദുഷ്ടതയെ ഇല്ലാതാക്കുന്നു. ഇനി ധർമ്മവും അധർമ്മവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. അമ്മയ്ക്കൊരു നാമമുണ്ട് നാരായണ, ഏട്ടനൊരു നാമമുണ്ട് ഹരോഹര, അയ്യനൊരു നാമമുണ്ട് ശരണമയ്യ, അച്ഛനൊരു നാമമുണ്ട് നീലകണ്ഠൻ, അമ്മയ്ക്കൊരു
ഗണപതി തുണയരുളുക താണു വണങ്ങാം തകതിമി തകതകിലടി പേട്ട തുടങ്ങാം ഗണപതി തുണയരുളുക താണു വണങ്ങാം തകതിമി തകതകിലടി പേട്ട തുടങ്ങാം സ്വാമി തിലകത്തോം തോം അയ്യപ്പ തിലകത്തോം തോം സ്വാമി തിലകത്തോം തോം അയ്യപ്പ തിലകത്തോം സ്വാമി തിലകത്തോം തോം അയ്യപ്പ തിലകത്തോം തോം സ്വാമി തിലകത്തോം തോം